ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് യൂണിവേഴ്സിറ്റി പാണമ്പ്ര ആ ഭാഗത്താട്ടോ. അപ്പോൾ പാണമ്പ്ര ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. യൂണിവേഴ്സിറ്റി, ചെട്ടിയാർമാട്, കാക്കഞ്ചേരി ഭാഗങ്ങളൊക്കെയാണ് നമ്മളിന്ന് നേരിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. രമരിയ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോരുകയാണ്. ഇവിടെ പോന്നാൽ കോഹിനൂർ, ക്രിസ്ത്യൻ പള്ളീൻ്റെ ഒക്കെ ആ ഭാഗത്ത് ഇവിടെ ഈ നിലവിലുള്ള ഹൈവേയിൽ കൂടിയല്ല കേട്ടോ അലൈൻമെൻറ്റ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് മാറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഈ ഭാഗത്തേക്ക് അലൈൻമെൻറ്റ് മാറി അതിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ ഇവിടെ ഫ്രീ ആവും. കോഹിനൂർ ഈ ഭാഗത്തുള്ള നിലവിലുള്ള ഹൈവേ പിന്നെ ഇവിടെ ഇനി എന്താ അറിയില്ല കേട്ടോ, അത് ഒരു പാർക്കിംഗ് ഏരിയ അങ്ങനെയൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. 6 വരി പാത, 2 സർവീസ് റോഡുകളും പുതിയ അലൈൻമെൻറ്റിൽ കൂടിയാണ് കടന്നു പോകുക കേട്ടോ. അപ്പോൾ കോഹിനൂർ കഴിഞ്ഞ് നമ്മൾ ഇനി യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇവർ KNRC കമ്പനിയുടെ വലിയൊരു യാർഡാണ്. അവരെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു യാർഡ്. അതാണ് ഇപ്പോൾ അവിടെ, അതുകൊണ്ടാണ് അത്രയും ഭാഗം വർക്ക് നടക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ യൂണിവേഴ്സിറ്റി നിലവിലുള്ള 6 വരി പാത, ആ 6 വരി പാതയിൽ കൂടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. 2 ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തി അതിൻ്റെ ബലപ്പെടുത്തിയിട്ടുണ്ട്. സോയിൽ നെയിലിംഗ് ചെയ്ത് ഒരു ഓവർപാസ് ആട്ടോ മേലെ ഉള്ളത്. യൂണിവേഴ്സിറ്റി കൊടുത്തത് ഓവർപാസ്സാണ്. അപ്പോൾ ഇതിലാണ്ട് പോകുമ്പോഴേ ശരിക്ക് യൂണിവേഴ്സിറ്റി ഏതാണെന്നും കൂടി നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഈ താഴ്ചയിൽ നമ്മൾ നേരെ അങ്ങോട്ട് പാണമ്പ്ര ആ ലെവലിലേക്കാണ് പോകുക കേട്ടോ. ഇവിടെയൊക്കെ പുതിയ അലൈൻമെൻ്റ് ആട്ടോ. നിലവിലുള്ള ഹൈവേ റൈറ്റ് സൈഡിലായിരുന്നു. അവിടെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ ആയിരുന്നു പോയിരുന്നത്. ഇത് പുതിയൊരു അലൈൻമെൻ്റാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ 15 ഹെക്ടർ സ്ഥലം ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തെന്നല്ല, 100 കോടി രൂപ അതിന് നഷ്ടപരിഹാരം ലഭിച്ചു എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചതാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞു കാണും. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് ഒരുപാട് താഴ്ത്തിയിട്ടാണ്, മണ്ണല്ല ഒരു ഉറപ്പുള്ള പാറയായിരുന്നു. അതൊക്കെ നമ്മളിതിൻ്റെ മുന്നേ ഇവിടെ കാണിച്ചതാണ്. ആ പാറ താഴ്ത്തിയിട്ടാണ് ഇവിടെ റോഡ് കടന്നു പോകുന്നത്. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ് ആട്ടോ. ഇപ്പോൾ ഇവിടെയാണ് ആ മെയിൻ ഗേറ്റ് ഉള്ളത്. ഇനിയൊരു പക്ഷേ ഈ മെയിൻ ഗേറ്റ് കുറച്ചും കൂടി മുന്നോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ്. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പുതിയൊരു റോഡൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 500 മീറ്റർ 400 മീറ്റർ മുമ്പിൽ അവിടെ നിന്നൊരു മെയിൻ ഗേറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഒരു എസ് വളവായിരുന്നു. വലിയ അപകടം പിടിച്ച ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ആ വളവൊക്കെ ഇപ്പം നിവർത്തി ഒരൊറ്റ അലൈൻമെൻറ്റ് നേരെ ആക്കിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് കേട്ടോ. ആ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനും ചെട്ടിയാർമാടുന്നും വരുന്ന അത്രയും ഭാഗങ്ങൾ താഴെ വലിയൊരു കൊക്കയായിരുന്നു. ആ കൊക്കയാണ്, അതൊക്കെയാണ് ഇപ്പം മണ്ണിട്ട് തൂർത്തിട്ട് അതിൽ കൂടിയാണ് ഇപ്പം ഈ ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയുള്ള അപകട വളവും കാര്യങ്ങളൊക്കെ ഒഴിവായി. ഇനി ചെട്ടിയാർമാട് ഭാഗത്തേക്കാട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ചെട്ടിയാർമാട് ശരിക്ക് താഴ്ന്നിട്ടാണ് പോകുന്നത് കേട്ടോ. ചെട്ടിയാർമാട് ഉയർന്നൊരു സ്ഥലമാണല്ലോ. അതേമാതിരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഉയർന്നൊരു ഭാഗത്തായിരുന്നു. അപ്പോൾ ഉയർന്ന ഭാഗം താഴ്ത്തിയിട്ട് താഴ്ന്ന ഭാഗം പൊന്തിച്ചിട്ട് റോഡ് ആ കയറ്റം ഇറക്കം ഒഴിവാക്കിയിട്ടാണ് നേരെ ലെവലിലാണ് റോഡ് കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ചെട്ടിയാർമാട്
ഓവർപാസ്സാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി മണ്ണെടുത്ത് താഴ്ത്തി വരികയാണ്. ഈ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ട് സോയിൽ നെയിലിംഗ് ചെയ്തിട്ട് ബലപ്പെടുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ ഉറപ്പുള്ള മണ്ണല്ല, ശരിക്ക് ഉറപ്പുള്ള പാറ തന്നെയാണ്. ശരിക്കിത് ഈ ഇതേമാതിരി സോയിൽ നെയിലിംഗ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. എന്നാലും അവർ ആ ഫിനിഷിങ് എന്നുള്ള നിലയ്ക്ക് നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. 8 മീറ്റർ ഉള്ളോട്ട് ബോറ് ചെയ്യുകയാണ്. ആ ചുമര് തുളച്ചിട്ട് 8 മീറ്റർ ഉള്ളോട്ട് ബോറ് ചെയ്തിട്ട് അതിൽ കമ്പി കയറ്റിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ കമ്പിൻ്റെ മുകളിൽ പുറത്ത് നെറ്റിട്ട് ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ട് അത് ബലപ്പെടുത്തുന്നത് കേട്ടോ. അല്ല, അടിപൊളി വർക്കാട്ടോ. നമ്മൾ ഈ വർക്കൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് കാണുന്നത്. അതേമാതിരി 2 ഭാഗത്തും ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് ഈ ബാരിക്കേഡ് കൊടുത്തിട്ട് ഉറപ്പിതാക്കിയിട്ടുണ്ട് കേട്ടോ, എല്ലാം ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് വർക്കുകളാണ്. ചില ഭാഗത്ത് മെറ്റൽ ചെയ്തിട്ടുണ്ട്, ചില ഭാഗത്ത് അതിൻ്റെ ടാറിങ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ മെറ്റൽ ചെയ്തതാണ്. അപ്പോൾ ഇവർ വർക്ക് കഴിയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മുഴുവൻ ഫിനിഷിങ് ചെയ്യാണ്. പണി മുഴുവനായിട്ടും തീർക്കുക കേട്ടോ. അതിൻ്റെ ടാറിങ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെറുതെ അവർ നിൽക്കില്ല. എന്തായാലും അവർ ഉള്ള ആ ഫിനിഷിങ് വർക്ക് ചെയ്തിട്ട് ഇവർ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ KNRC ഹൈദരാബാദ് ബേസായ കമ്പനിയാണ്. ഈ റീച്ച് മലപ്പുറം ജില്ലയിലെ ഇടിമിക്കൽ മുതൽ ഉള്ള വർക്ക് ഏറ്റെടുത്തത്. ഇടിമിക്കൽ മുതൽ വളാഞ്ചേരി വരെയുള്ള വർക്ക് കേട്ടോ. അപ്പോൾ NH66 ബോംബെയിലെ പനവേലിൽ നിന്ന് തുടങ്ങിയിട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അവസാനിക്കുന്നത്. 1640 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. അതിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പ്രദേശം കേരളമാണ്. 650 കിലോമീറ്റർ ദൂരം കേരളത്തിൽ കൂടി ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ തലപ്പാടി മുതലാണ് നമ്മളെ കർണാടക ബോർഡറായ തലപ്പാടി മുതലാണ് NH66 വർക്ക് നടന്നു വരുന്നത്. കാസർഗോഡൊക്കെ അതിവേഗതയിൽ പണി നടക്കുന്നുണ്ട്. കാസർഗോഡൊക്കെ ഫസ്റ്റ് റീച്ച് കേരളത്തിലെ കോൺട്രാക്റ്റിംഗ് കമ്പനിയായ ഊരാളിങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ വർക്ക് ഏറ്റെടുത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കാസർഗോഡും അതേമാതിരി മലപ്പുറത്തുമാണ് ഈ വർക്കിൻ്റെ വേഗതയിൽ ഒരു സ്പീഡ് കാണുന്നത്. അത്ര സ്പീഡ് കോഴിക്കോട് ഭാഗത്തൊന്നുമില്ല കേട്ടോ. കോഴിക്കോട് വടകര ഭാഗങ്ങളൊന്നും അത്ര സ്പീഡ് കാണുന്നില്ല. 2024 ഡിസംബറിൽ ഈ പണി തീർക്കണമെന്നാണ് NH ഹൈവേ ആയിട്ടുള്ള ഇവരുടെ കരാറ്. അത് കഴിഞ്ഞ് പോയാൽ ഇവർ ഇതിന് ഫൈൻ കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പേപ്പർ വായിച്ചതാണ്. അവർ സമയം ഒന്നും കൂടി നീട്ടി കൊടുത്താണ്. കഴിഞ്ഞ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡറ്റ് പാലത്തിൻ്റെ വർക്ക് മുഴുവനായിട്ട് ഈ കഴിയില്ല എന്നുള്ള സമയം നീട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞു. അതിന് ഡിസംബർ മാസം വരെ നീട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഡിസംബറോട് കൂടി ഈ പണി കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് കേട്ടോ. കാരണം KNRCൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ ഏകദേശം ഇനി ഭാഗത്തൊക്കെ ഏകദേശം വർക്കിൻ്റെ അവസാന ഘട്ട പണികളാണ്. ചില ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞു, അതിൻ്റെ മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. മേൽപ്പാലങ്ങളുടെയും ഓവർ ബ്രിഡ്ജിലൂടെയും ഫ്ലൈ ഓവറുകളൊക്കെ വർക്കുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും കൂടുതൽ കാലതാമസം വന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഈ ഒരു കൊല്ലം കൊണ്ട് ഈ വർക്ക് മുഴുവനാവും എന്നുള്ളതും. അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാക്കഞ്ചേരി ഒരുപാട് താഴ്ന്നിട്ടാട്ടോ പോയത്. മണ്ണെടുത്ത് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തി നല്ല സോയിൽ നെയിലിംഗ് ചെയ്തൊക്കെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ താഴ്ന്നൊരു ഭാഗം എനിക്ക് തോന്നുന്നത് ഇവിടെ ആട്ടോ, ഈ കാക്കഞ്ചേരി ഈ ഭാഗത്താണ്. അവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട്. ആ പള്ളിക്ക ബസാർ കൊട്ടപ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആ റോഡിന് കണക്കായിട്ടാണ് ഇത് കാക്കഞ്ചേരിയുള്ള ഒരു പള്ളി, സുന്നിപ്പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഈ സ്ഥലം ഏറ്റെടുക്കൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ
രണ്ടാമത് പണിയെടുത്ത് അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ പള്ളീൻ്റെ. ഇവിടെ ഒരു സൈസ് ഇവിടെ ഈ ഭാഗത്തേക്ക് ശരിക്കും താഴ്ത്തിയിട്ട് വെള്ളം കണ്ടിരുന്നു. ഈ ഭാഗത്തൊക്കെ ഉറവ കണ്ടിരുന്നു. കുറച്ച് ഭാഗത്തൊക്കെ ഈ കരിമ്പാറുണ്ട്. ആ കരിമ്പാറൊക്കെ ഇവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴേന്ന് മേലോട്ട് നോക്കി ഒരു നിലക്കും കാണില്ല. മേലെ കൂടെ പോകുന്ന വാഹനങ്ങളോ കാര്യങ്ങളോ സർവീസ് റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഇടിമുഴിക്കൽ ഓവർപാസും. ഈ ഓവർപാസിൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇനി മണ്ണെടുത്ത് താഴ്ത്തി വരാനുണ്ട്. അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.